ഓം മന്നാഥ ശ്രീജഗന്നാഥ മദ്ഗുരു ശ്രീജഗദ്ഗുരു മദാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ. എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹാശംസകൾ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്പസ്വല്പം അവബോധത്തിലേക്ക് കടക്കുകയാണ്. ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ഈശ്വര സങ്കല്പം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം. കാലങ്ങൾക്കും ദേശങ്ങൾക്കും ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്കതീതമായ ബോധസ്വരൂപമാണ്. ഐൻസ്റ്റീൻ്റെ ഭാഷയിൽ പറഞ്ഞ കോസ്മിക് എനർജിയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. ആ ബോധത്തിൽ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ അടിമുടി ഒരു പരിവർത്തനം. ആ പരിവർത്തനത്തിൽ ശ്രദ്ധിക്കണം, നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്ന ഏക ഘടകം നമ്മുടെ പെരുമാറ്റമാണ്. ആ പെരുമാറ്റം, നമ്മുടെ അച്ഛനോടുള്ള പെരുമാറ്റം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ അമ്മയോടുള്ള പെരുമാറ്റം മാറ്റിയെടുക്കണം. നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റം മാറ്റിയെടുക്കണം. നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളെ സുഹൃത്തുക്കളോടും നാം അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളോടും ഉള്ള പെരുമാറ്റം അടിമുട്ടി മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഭാരതീയ ധർമ്മശാസ്ത്ര പഠനത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ വ്യക്തിപരമായ, ശ്രദ്ധിക്കണം, ഒരു വികാസമാണ്. ആ വികാസം വികസിപ്പിക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് വേദവ്യാസ ഭഗവാൻ. നമുക്ക് ഒരു നല്ല പനി, 2-3 ദിവസം അടുപ്പിച്ച് പനി വന്നു. ഡോക്ടറുടെയൊക്കെ പോയി. ഡോക്ടർ നമ്മളെ കണ്ടു, എല്ലാം ചെക്ക് ചെയ്തു കുറച്ച് കുറിച്ച് എഴുതി തന്നു. കുറച്ച് ടെസ്റ്റ് ലാബിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാൻ പോയി. ടെസ്റ്റ് ചെയ്തത് മുതൽ തൃശ്ശൂർ പൂരപ്പറമ്പിൽ വെടിക്കെട്ട് തന്നെ, തൃശ്ശൂർ പൂരപ്പറമ്പിൽ പാഞ്ചാലി മേളം തന്നെ. എന്താണ് ചെറിയ മറ്റേ ക്യാൻസറാണോ, മറ്റേ ട്യൂമറാണോ, മറ്റേ ഈ നിക്കക്കള്ളിയില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ മനസ്സ് ആ റിപ്പോർട്ട് വന്നു. കുറേ അതിനകത്ത് നെഗറ്റീവെന്നും കുറേ പോസിറ്റീവെന്നും അതും ഇതൊക്കെ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പോഴുള്ള നമ്മുടെ മാനസിക അവസ്ഥ എന്താണ്? ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അതിന് അടുക്കളയിൽ സാമ്പാറിൻ്റെ കഷ്ണം തിളച്ച് പൊങ്ങുന്ന കണക്കിനാണ് ഓരോ പ്രശ്നങ്ങളും ജീവിതത്തിൽ പൊങ്ങി വരുന്നത്. ശ്രദ്ധിക്കണം, ഈ റിപ്പോർട്ട് നമ്മൾ ഡോക്ടറുടെ ഒക്കെ കൊണ്ട് കാണിക്കുന്നു. ഡോക്ടർ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെ നിനക്ക് ഒരു അസുഖവും ഇല്ല. ഇതൊക്കെ നിനക്ക് തോന്നുന്നു, നിനക്ക് ഒരു അസുഖം, ഈ പാരസെറ്റമോൾ കഴിച്ചാൽ മാത്രം മതി, നിനക്ക് ചെറിയ തലവേദന, അത് നീർക്കെട്ടോ എന്താണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നതോടുകൂടി നമുക്ക് പിന്നെ ശ്രദ്ധിക്കണം, ഗ്യാസ് ഓഫ് ചെയ്ത സാമ്പാർ പിന്നെ തിളക്കൂല. ഇതുപോലെ ശ്രദ്ധിക്കണം, ഓതൻറ്റിക്കായിട്ട് ഡോക്ടർ പറയുന്നു. എൻ്റെ മകൾ ഡോക്ടറാണ്, എൻ്റെ പെങ്ങളുടെ മകളും ഡോക്ടറാണ്, അതാണ് എനിക്ക് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഒരു സംശയവുമില്ല, ഇവിടെ ഓതൻറ്റിക് വേർഡ്സുകളാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം തരുന്ന ഡോക്ടറാണ് വേദവ്യാസ ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ്, ഡോക്ടർ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷനാണ് ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം, ശ്രീമദ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം. ഇത് ആർക്കുള്ളതാണ്? നിത്യതൃപ്തോ നിരാശ്രയോ. ജീവിതം
താൽക്കാലികമല്ല, ടെമ്പററി അല്ല, പോസ്റ്റല്ല ഇത് പെർമനൻ്റ് ആണ്. ഒരിക്കലും റിട്ടയർമെൻ്റ് ഇല്ലാത്ത പോസ്റ്റാണ് ഇത്. ബാക്കി എല്ലാത്തിലും നല്ലൊരു സെറ്റപ്പായി വരുമ്പോഴത്തേക്ക് അവർ നമ്മളെ പിരിച്ചുവിടാം 55 വയസ്സാകുമ്പോൾ. അപ്പോൾ ഭഗവാൻ വേദവ്യാസ ഭഗവാൻ ഭഗവത്ഗീത നിത്യതൃപ്തോ നിരാശ്രയോ, അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ നിത്യതൃപ്തനായി ഒന്നിനെയും ആശ്രയിക്കാതെ സന്തോഷ സംതൃപ്ത ജീവിതം കൊണ്ടു നടക്കാൻ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതിത്തരുന്ന ഡോക്ടറാണ് വേദവ്യാസ ഭഗവാൻ. അപ്പോൾ പരിശ്രമശാലികൾക്ക് സമ്പൂർണ്ണ പരിവർത്തനം. ആർക്കാണ്? പരിശ്രമശാലികൾക്ക്. അപ്പോൾ സമ്പൂർണ്ണ സന്തോഷ സംതൃപ്ത ജീവിതം, അത് ശാസ്ത്രീയമായ, ശ്രദ്ധിക്കൂ, ഒരു കലയാണ്. ശാസ്ത്രീയമായ ഒരു കലയാണ്. ആ ഭാഗവതം ഒരു ബ്രേക്ക്ഫാസ്റ്റ് സപ്താഹമാക്കി ചുരുക്കരുത്, ഒരു ലഞ്ച് സപ്താഹമാക്കി ചുരുക്കരുത്, ഒരു വടയും ചായയിലും ഒതുക്കരുത്. കാരണം ഞാനിത് പറയാൻ കാരണം, ഈ റിട്ടയർമെൻറ്റായി നല്ല കാലത്ത് സർവ്വവൃത്തികേടുകളും ചെയ്ത് കൈക്കൂലിയും മേടിച്ച് സർവ്വ ഇതും ചെയ്ത് ജീവിതത്തിൻ്റെ സായങ്കാലാകുമ്പോൾ നിക്കക്കള്ളില്ലാത്ത ശാരീരികവും മാനസികവുമായി ഡിപ്രഷനിൽ മുങ്ങിത്താവുമ്പോൾ സപ്താഹത്തിന് പോയി ഇരിക്കേണ്ടതല്ല. മറിച്ച് നമ്മൾ ഈ ധർമ്മശാസ്ത്രം പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മൾ ഈ ധർമ്മശാസ്ത്രം പഠിച്ച് സന്തോഷ സംതൃപ്ത ജീവിതം റോൾ മോഡലായി നടക്കുന്ന നമ്മുടെ മക്കൾ കണ്ട് പഠിക്കണം. അപ്പോൾ അവർക്കും ഇതിനകത്ത് എന്ത് വരും? ഇൻട്രസ്റ്റ്. വെരി ഗുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതവനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ ഏവം പരമ്പര പ്രാപ്തം. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് കൊമ്പംകുളം ഈശ്വരൻ നമ്പൂതിരി, നമ്മളെ കൈതപ്രത്തിൻ്റെ അമ്മാവൻ. ആ പരമ്പരയിൽ നിന്നും സ്വായത്തമാക്കിയതാണ് ഈ ധർമ്മശാസ്ത്രത്തിൻ്റെ മുത്തും പവിഴവും രത്നവും. അതുകൊണ്ട് ഇത് പ്രായമുള്ള ആൾക്കാരല്ല. നമ്മുടെ പ്രഹ്ലാദ ചരിത്രത്തിൽ ഈ സപ്തമസ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം പറയുന്നു, കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. ദുർലഭം മാനുഷം ജന്മം, വളരെ ദുർലഭമായ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചു. അത് തകർത്ത് തരിപ്പണമാക്കരുത്. മദ്യത്തിനും മയക്കുമരുന്നിനും ലൗജിഹാദിനും ഈ അപകടങ്ങളൊന്നും വീണ് പെടാതിരിക്കാൻ വേദവ്യാസ ഭഗവാൻ റിട്ടേണായി എഴുതി വച്ചിരിക്കുകയാണ്. കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. ധർമാചരണത്തിലുള്ള സന്തോഷ സംതൃപ്ത ജീവിതത്തിന് വളരെ ചെറുപ്പം മുതൽ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണ്ടതാണ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം. എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം പറയും, ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ കഴിവല്ല. ഞാനൊരു ബൾബ് മാത്രമാണ്. ആ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. കാരണം ഭാഗവതവും എടുത്ത് ഈ ഭാരതം മുഴുവൻ യാത്ര ചെയ്ത് അദ്ദേഹം ഏവം പരമ്പരാപ്രാപ്തം, പരമ്പരയിലൂടെ എന്നിലെത്തിച്ച ഈ ധർമ്മശാസ്ത്രം അത് ശ്രദ്ധിക്കണം. മേനിരേ ഭഗവത് രൂപം. എന്ത്? മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം. എന്ത്? ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ. ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ. നീ ഈ ഭൂമിയിൽ ജനിച്ച നിമിഷം മുതൽ ഈ മണ്ണോട് ചേരേണ്ട നിമിഷം വരെ നിന്റെ ജീവിതത്തെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുന്നത് മേനിരേ. അത് എന്താണ് മേനിരേ? ഭഗവത് രൂപം. ഇതാണ് ഭഗവാന്റെ തങ്കവിഗ്രഹം. ഇതാണ് ഭഗവാന്റെ തങ്കവിഗ്രഹം. ഇനി ഇതിൽ കൂടുതൽ വേദവ്യാസ ഭഗവാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? മേനിരേ ഭഗവത് ശാസ്ത്രം ഭാഗവതം. അപ്പോൾ ഈ ഭാഗവത ശാസ്ത്രം ഭാഗവതം ക്ഷിതോ. അപ്പോൾ നിങ്ങളൊക്കെ വായനക്ക് പോവാന്നല്ലേ കേട്ടിട്ടുള്ളൂ അല്ലേ?
വായന കേൾക്കുക. ഇത്രയല്ലേ കേട്ടിട്ടുള്ളൂ. എന്നാൽ എടുത്തു നോക്കിക്കോളൂ. ഭാഗവത മഹാത്മ്യത്തിൽ ഭഗവാൻ അസന്നിഗ്ധമായി പറയുന്നു, മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠന ശ്രവണ സദ്യോ വൈകുണ്ഠ ഫലദായകം. എന്ത്? വെരി ഗുഡ്. പഠന ശ്രവണാത്. ഇതാദ്യം കേൾക്കണം, പിന്നെ പഠിക്കണം. ഇവിടെ നോക്ക്. ശ്രവണ പഠന മനന നിധിധ്യാസവം. ഭാഗവതം പഠിക്കാനുള്ളതാണ്. എൻ്റെ ഗുരു എന്നെ എപ്പോഴും പറയും, തിരുമേനി ഭാഗവതം പഠിക്കാനുള്ളതാണ്, ഭഗവത്ഗീത പഠിക്കാനുള്ളതാണ്, രാമായണം ആചരിക്കാനുള്ളതാണെന്ന്. അപ്പോൾ ഇത് ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ ശരണമയ്യപ്പ, ഞാൻ കുറ്റം പറയല്ലേ, നമ്മൾ ആചാര്യന്മാരൊക്കെ പറയും വായന കേൾക്കണം. സ്വാമി ശരണമയ്യപ്പ ദക്ഷിണ മേടിക്കണം, കഴിഞ്ഞു പരിപാടി. പക്ഷേ വേദവ്യാസ ഭഗവാൻ എഴുതി വെച്ചതാണ്. എടുത്തു നോക്കണം. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠന ശ്രവണ സദ്യോ വൈകുണ്ഠ ഫലദായകം. ഫലം എന്താണ് ഇത് പഠിക്കുന്നത് കൊണ്ട്? നമ്മുടെ മക്കളുടെ ജീവിതം വിഗത കുണ്ഠാഹ ഇതി വൈകുണ്ഠം. ദുഃഖമില്ലാത്ത സന്തതി പരമ്പരകളെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? സന്തോഷ സംതൃപ്ത ജീവിതം നയിക്കുന്ന ജീവിതം നമുക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ പഠിപ്പിച്ച ഈ മാർഗം വേണ്ടേ? നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? ഇത് നിങ്ങൾ പറയണം. എന്താ പറയാൻ ഇത്ര മടി? ഇത് വേണം, എനിക്കിത് വേണം. സ്വാമി ഉദിത് ചൈതന്യജി പറയും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഗ്ലാസ് ചായ, ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടേ ചായ കുടിക്കുള്ളൂ. എന്ത് വന്നാലും ചായ കുടിക്കുമല്ലോ. അപ്പോൾ ഇതെന്ത് വന്നാലും ഇദ്ദേഹം ഒരു 30 വർഷം മുന്നേ എന്നെ ഇത് പഠിപ്പിച്ചതാണ്. ഈ 30 വർഷമായിട്ടും ഞാനിത് ഇന്നേ വരെ മുടക്കിയിട്ടുമില്ല. ICU യൂണിറ്റൊന്നും ഞാനിത് ചൊല്ലി. ഏതായാലും ശരി, പഠന ശ്രവണ സദ്യോ വൈകുണ്ഠ ഫലദായകം. ദുഃഖമില്ലാത്ത സന്തോഷ ജീവിതത്തിന് ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം കൗമാര ആചരേത് പ്രജ്ഞ ധർമാൻ ഭാഗവതാനിഹ. ഈ ഭാഗവതം പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഹപര ജീവിതം സമ്പുഷ്ടമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇവിടെയും അടുത്ത ജന്മത്തിലും ഈ ജന്മത്തിലും അടുത്ത നിമിഷത്തിലും അതൊരു പരമ്പരയാണ്. അപ്പോൾ അതുവഴി ഈ ഭാഗവത പഠനത്തിലൂടെ സർവാദരണീയരാക്കി നമ്മളെ ഉയർത്തും. ഞാനിത് പറയാൻ കാരണം എൻ്റെ ഫാദറിനിലോ എന്നെ കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹം വലിയ സംസ്കൃത പണ്ഡിതനാണ്, സംസ്കൃത അധ്യാപകനാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം തൊഴുത് എഴുന്നേറ്റ് നിൽക്കും. എൻ്റെ മദറിനിലോ എന്നോട് തൊഴാതെ സംസാരിക്കില്ല. മിക്ക തന്ത്രിമാരും എന്നെ കാണുമ്പോൾ തൊഴുതുകൊണ്ട് എഴുന്നേറ്റ് വരുന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്വൽ സദസ്സുകൾ മിക്ക ആൾക്കാരും പിന്നെയാണ് എനിക്കിത് മനസ്സിലായത്, സർവാദരണീയനായിട്ട് ഞാൻ ഈ ശരീരമല്ല ഉയർന്നത്, എൻ്റെ ചിന്തകളെയാണ്, ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തെയാണ് ഇവർ കൈകൂപ്പി വന്ദിക്കുന്നത്. അപ്പം സർവാദരണീയരാക്കി നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതാണ് ഭാഗവതം. ഇപ്പോൾ എൻ്റെ സഹോദരി സപ്താഹത്തിനൊന്നും പോവില്ല, ധാരാളം വായിക്കും. പക്ഷേ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഏഷ്യാനെറ്റിലും മലയാള മനോരമയിലൊക്കെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുക, നമ്മളെ ഭാര്യ ഇപ്പോൾ ഭാഗവതം ഇതൊക്കെയാണ്. ആണ്ടോ, അപ്പോൾ ഇതിനകത്ത് എന്തോ രസികത്വമുണ്ടെന്ന് അദ്ദേഹത്തിനും തോന്നുന്നുണ്ട്. പക്ഷേ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ജന്മാന്തരേ ഭവേത് പുണ്യം. ചുമ്മാ നടക്കുകയില്ല ഞമ്മൾക്ക്. അപ്പം ഇപ്പോഴുള്ള നമ്മുടെ ഉയരം ഗൃഹാന്തകൂപം. എന്താണ് ഗൃഹം ഇരുട്ടപ്പെടുന്ന പൊട്ട കിണറാണ്. അവിടെ എന്താണ്, ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടികളും, കണ്ണൂക്കാർ പറയുന്ന കണക്കനെ അതിൻ്റെ അപ്പുറത്തൊരു വ്യക്തിത്വമേ ഇല്ലാത്ത സാമൂഹിക വിരുദ്ധത. അപ്പം ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിലാണ്, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ സമൂല പരിവർത്തനം. അതിന് സ്വന്തം ശീലം, സ്വന്തം പെരുമാറ്റം, അതിന് നമുക്ക് അല്പസ്വല്പം മേക്കപ്പ് ചെയ്ത്
ബിഫോർ ഭാഗവത ആൻഡ് ആഫ്റ്റർ ഭാഗവത ആക്കി മാറ്റണം. അപ്പോൾ ആഫ്റ്റർ ഭാഗവത ആക്കി കഴിഞ്ഞാലോ സ്നേഹ സാന്ത്വന സ്പർശമായിരിക്കും നമ്മുടെ ഓരോ നോട്ടത്തിലും, ഓരോ വാക്കിലും, ഓരോ കർമ്മത്തിലും, ഓരോ കോശത്തിലും, ഓരോ രോമകൂപത്തിലും സ്നേഹാധിഷ്ഠിതമായിരിക്കും. എന്താ കൊള്ളാമല്ലോ? കൊള്ളാം. എന്നാൽ ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിക്കോ. നമ്മുടെ ഭാര്യയെ പഠിപ്പിക്കണം, നമ്മുടെ ഭർത്താവിനെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ അച്ഛനെ പഠിപ്പിക്കണം. ഇപ്പോഴോ നിർബന്ധ കുബുദ്ധിയാണ് നമ്മുടെ ജീവിതം. നിർബന്ധ കുബുദ്ധിയും വെറുപ്പിൻ്റെയും രോഗാവസ്ഥതയുടെയും അവശേഷിക്കാതെ സമ്പൂർണ്ണ പ്രേമാഭിഷേകമായി മാറും നമ്മുടെ ജീവിതം. ഞാനിത് വെറുതെ പറയുകയല്ല, എൻ്റെ അച്ഛനിൽ നിന്നും ഞാനിത് കണ്ട് പഠിച്ച് ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന അഭിഷേകമാണ് സമ്പൂർണ്ണ പ്രേമാഭിഷേകം. അപ്പോൾ ഓരോ നിമിഷവും ഈ ഭാഗവത പഠനത്തിലൂടെ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം. മുന്തിരിച്ചാറുപോലുള്ള ജീവിതം. അതിന് ശ്രദ്ധിക്കണം. സത്യം സെമിറ്റിക് മതങ്ങളെ പോലെ അബ്രഹാമിക് മതങ്ങളെ പോലെ അല്ല ഇത്. എടുത്ത് നോക്കണം ഭാഗവത് എന്താണ് ഇതിൽ. നവമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, സത്യം അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവദ്വച. അംബരീക്ഷനോട് നമ്മുടെ മഹാവിഷ്ണു പറയുന്നു, അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവദ്വിജ. ആ ദേഷ്യം വരുന്ന ഋഷിയുടെ പേരെന്താണ്? അപ്പോൾ നമ്മുടെ ഭഗവാൻ ഇവിടെ അസന്നിഗ്ധമായി പറയുന്നതാണ്, അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവദ്വിജ. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ അഹം ഭക്തപരാധീനോ ഹ്യസ്വതന്ത്ര ഇവദ്വിജ. ദുർവാസാവ് ഋഷി വന്ന് കാല് പിടിച്ചപ്പോൾ ദുർവാസാവിനോട് ഭഗവാൻ പറയുന്നു, ഞാൻ ഭക്തപരാധീനതനാണ്. ഇപ്പോൾ നമ്മൾ പറയും ഞാൻ ഭാര്യാപരാധീനതനാണ്, ഭാര്യയുടെ കൺട്രോളിലാണ്. അപ്പോൾ ഭാര്യയുടെ കൺട്രോളിൽ പെട്ട് കഴിഞ്ഞാൽ ജീവിതം തൽക്കാലം ചില സന്തോഷമൊക്കെ കിട്ടും. അപ്പം ഭാര്യയുടെ പരാധീനതയിലാണ് നാം എന്നുള്ള സ്ഥലത്ത് മഹാവിഷ്ണു പറയുന്നു, അഹം ഭക്തപരാധീനോ. അപ്പോൾ നമുക്ക് ആ ഭക്തനായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തിക്കൂടെ? കാരണം ഭഗവാന്റെ സുപ്രീമായിട്ട് നമ്മളെ ഭഗവാൻ ഉയർത്തുന്നു. അതാണ് ഭാഗവതം. ഭഗവാനേക്കാൾ ഉയർന്ന നിരയിലോട്ട്. അപ്പോൾ നമ്മുടെ കൺട്രോളിൽ ഭഗവാൻ. അസ്വതന്ത്ര ഇവ, ഞാൻ അസ്വതന്ത്രനാണ്. കാരണം എന്താണ്? ഭക്തൻ എന്നെ പ്രേമപാശം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഇത് ആരോടാ പറയുന്നത്? ഹേ ദ്വിജ, അംബരീക്ഷനോടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ സബ്ജക്റ്റ് അദ്വൈത അനുഭൂതിയാണ്. അദ്വൈതാനുഭൂതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്വൈതാനുഭൂതിയും പ്രൗഢാനുഭൂതിയിൽ നിന്നും ജീവിത അനുഭൂതിയിലേക്ക് വേദവ്യാസ ഭഗവാൻ നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ്. ബേസിക്കായിട്ട് ഞാൻ പഠിച്ചത് മുഴുവൻ അദ്വൈത വേദാന്തമാണ്. ഇന്നും ഞാൻ അദ്വൈത വേദാന്ത വിദ്യാർത്ഥി എന്നുള്ളതാണ് എൻ്റെ ഒരു ഡിസിഗ്നേഷൻ. അവസാന നിമിഷം വരെ ജീവിതത്തിൽ അദ്വൈത വേദാന്തം അതിനകത്താണ് എൻ്റെ സർവസ്വവും ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിത പാഷൻ ഈ അദ്വൈത വേദാന്തമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗവതത്തിനകത്തോട്ട് മുങ്ങിത്തപ്പുമ്പോൾ എവിടെയെങ്കിലും ഈ അദ്വൈതം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ സ്ട്രക്കാവും. എന്താണ്? ജന്മാന്തരേ കോടാനുകോടി അനന്തകോടി യുഗധാരിണേ നമ. കോടാനുകോടി ജന്മം കൊണ്ട് ഞാൻ സ്വായത്തമാക്കിയ അത് ഒരു സ്പാർക്കായിട്ട് വരും. എന്ത്? ഈ അദ്വൈത വേദാന്തം. ശരിക്കും ഈ ഭാഗവതത്തിൽ ഞാനൊരു 10-40 വർഷമായി പഠിച്ചതുകൊണ്ട് പറയുകയാണ്, ഇതിനകത്ത് മുഴുവൻ അദ്വൈത വേദാന്തമാണ്. നമുക്ക് നോക്കാം. 12 സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം
വസ്ത്വദ്വിതീയം തന്നിഷ്ഠം കൈവല്യക പ്രയോജനം. ദ്വാദശ സ്കന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 12ാമത്തെ സ്കന്ധേ ഉള്ളൂ എന്ന്. അതിൽ 13ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ 12ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ തീർന്നു. തീരാറാവുമ്പോൾ വേദവ്യാസ ഭഗവാൻ പറയുന്നതാണ്, ഈ കഥയല്ല, കഥയ്ക്കകത്തുള്ള തത്വമാണ്. അടുക്കളയിൽ സദ്യയുടെ സ്മെല്ലല്ല, അത് രുചിക്കുകയാണ് വേണ്ടത്. അതിലാണ് അനുഭൂതി. അതുകൊണ്ട് ഇവിടെ വേദവ്യാസ ഭഗവാൻ നമ്മളെ മനസ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്ത്? എല്ലാം മറക്കാനും പൊറുക്കാനും മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പരിശീലിപ്പിച്ചെടുക്കണം. അതാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. അപ്പോൾ ഭാഗവത അനുഭൂതി നുകരാനാണ് ജീവിതം. ഭാഗവത അനുഗ്രഹ മധുര ജീവിതം മനസ്സിന് ബുദ്ധി നൽകുന്ന ഉറപ്പാണ്. മനസ്സിന് ബുദ്ധി നൽകുന്ന ഷുവർട്ടിയാണ്, ഗ്യാരണ്ടിയാണ്. എന്ത്? ഈ വേദാന്തമാണ് ഭാഗവതത്തിൽ മുഴുവൻ സ്പ്രെഡായിട്ടുള്ളത്. വേദങ്ങളുടെ അന്തം, അറിവിൻ്റെ അന്ത്യം, അതിനപ്പുറത്ത് ഒന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ശ്രീശങ്കര ഭഗവത്പാദർ പറയുന്നു വിവേക ചൂടാമണിയിൽ, ശ്രദ്ധിക്കൂ എന്താണ് പറഞ്ഞത്? വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം തേന ആത്യന്തിക സംസാര ദുഃഖോ ഭവിഷ്യനു. ശങ്കരാചാര്യർക്ക് ഇത്രയേ പറയാനുള്ളൂ. വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം. വേദാന്തം, വേദങ്ങളുടെ അന്ത്യമായ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പരമോന്നത ഹിമശൈലം അറിഞ്ഞു കഴിഞ്ഞാൽ, വേദാന്ത അത് വിചാരം ചെയ്തു കഴിഞ്ഞാൽ, അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതിന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വേദാന്താർത്ഥ വിചാരേണ, വിചാരം ചെയ്യണം, മനനം ചെയ്യണം. ഈ വേദാന്തം ശ്രവണ മനന പഠന നിധിധ്യാസവത്തിൽ വേദാന്താർത്ഥ വിചാരണ ജായതേ ജ്ഞാനമുത്തമം തേന ആത്യന്തിക സംസാര ദുഃഖ. ആത്യന്തികമായി ജീവിതത്തിൻ്റെ ദുഃഖത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ, എന്ത്? ജീവിതത്തിൻ്റെ ദുഃഖത്തിന് ഫുൾ സ്റ്റോപ്പ്. നമുക്കറിയാം ഭാഗവതം ശ്രീ സുഖബ്രഹ്മർഷി പരീക്ഷത്തിന് അത് ഗർഭത്തിലുണ്ടാകുമ്പോൾ തന്നെ പരീക്ഷണം തുടങ്ങി. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങളിലൂടെ കടന്നു വരുന്നതാണ്. അത് ശാരീരിക പരീക്ഷണം, മാനസിക പരീക്ഷണം, കുടുംബ പരീക്ഷണം, സാമ്പത്തിക പരീക്ഷണം, സാമൂഹിക പരീക്ഷണം, രാഷ്ട്രീയ പരീക്ഷണം, പിന്നെ ലൈംഗിക പരീക്ഷണം, പിന്നെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പരീക്ഷണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങളിലെല്ലാം നമ്മൾ കോപ്പി അടിക്കരുത്, അനുജനെ കണ്ട് പഠിക്കരുത്, ചേട്ടനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യരുത്, അയൽവക്കക്കാരനെ കണ്ടിട്ട് അതുപോലെ ബെൻസ് കാറ് മേടിച്ച് കടത്തിൽ മുങ്ങിക്കുളിക്കരുത്. ജീവിതത്തിൽ ഫുൾ A+ കിട്ടാൻ ആഗ്രഹിക്കുന്നവരും ജീവിത ദുഃഖത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ള ഏക മെഡിസിനാണ് ഈ ഡോക്ടറായ ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിക്കുന്നു, അദ്വൈത വേദാന്തം. അപ്പോൾ വേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വ ലക്ഷണം, ദുഃഖത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ള അറിവ്, കഴിവ്, പ്രാപ്തി ഇവ വികസിപ്പിക്കുക. അതാണ് ഈ വേദാന്തം. ഈ വേദാന്തം ശ്രദ്ധിക്കണം. ഈ ദുഃഖത്തിൽ നിന്നും ഡിറ്റാച്ച്മെൻറ്റ് അതിനുള്ള കഴിവ് ശ്രദ്ധിക്കണം, പ്രയോജനപ്പെടുത്തണം. ഇത്രയേ ഉള്ളൂ. അതിനുള്ള കഴിവ് പ്രയോജനപ്പെടുത്തണം. ശ്രദ്ധിക്കൂ, ആ ദുഃഖത്തിൽ അറ്റാച്ച്മെൻറ്റ് വരെ ആവാം, എല്ലാത്തിനോടും അറ്റാച്ച്മെൻ്റ് ആവാം, പക്ഷെ ബോണ്ടേജ് പാടില്ല. ഇതാണ് ഇവിടെ വേദാന്തത്തിന് പറയാനുള്ളത്, ഭാഗവതത്തിനും പറയാനുള്ളത്. ആ സ്വാതന്ത്ര്യം എന്താണെന്ന് നോക്കണം. ഇത് കയ്യിൽ പിടിച്ചു, ഇത് കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഇത് ഭഗവത്ഗീതയാണ്. ഇവിടെ വെക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കണം. ഇതുപോലെ നമ്മുടെ ജീവിത ദുഃഖങ്ങളും താളത്തിടാനുള്ളൊരു സ്വാതന്ത്ര്യം എടുക്കണം. അപ്പോൾ ഈ അദ്വൈത വേദാന്തം പറയുന്നു, ഈ ഡിറ്റാച്ച്മെൻറ്റ് അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ അച്ഛൻ്റെ ശരീരത്തിൽ നമ്മൾ ആദ്യം സെമനായിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ട്. അച്ഛൻ്റെ ശരീരം നമ്മളിത് വിട്ടു, ഈസിയായിട്ട് വിട്ടു, നേരെ അമ്മയുടെ
ഗർഭപാത്രത്തിൽ എഗ്ഗുമായി സംയോജിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 9.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ യൂട്രസും നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ജനിച്ചിട്ടോ ആ ബാല്യം നമ്മൾ ഡിറ്റാച്ച് ചെയ്തു. പിന്നെയോ കൗമാരം അതും യൗവനം അതും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും ആവശ്യം വരുമ്പോൾ എടുക്കാനും ആവശ്യം കഴിഞ്ഞ ഉടനെ താഴത്ത് വെക്കാനും ജീവിത പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കാനും ഈ അദ്വൈത വേദാന്ത പഠനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ എത്ര വലിയ മന്ത്രിയായാലും എത്ര വലിയ മുഖ്യമന്ത്രിയായാലും ഏത് പ്രധാനമന്ത്രിയായാലും എത്ര രാഷ്ട്രപതി എത്ര ഹൈ പവർ ആയാലും നിങ്ങളുടെ ജീവിതം എത്ര വലിയ ആളായാലും IAS IPS ആയാലും ശരി എന്ത് സെലിബ്രിറ്റി ആയാലും ശരി അരി തളച്ച് പോകുന്നത് പോലെ ഭഗവത്ഗീത വെറും വിഗതജ്വര കടലിൽ തിരമാല അടിക്കുന്ന കണക്കിനെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ യേശുദാസിന് പൈസയും കിട്ടും, നിങ്ങൾക്ക് 1 മിനിറ്റൊക്കെ ഒരു ലയം കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും കബഡി തന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ പരമശാന്തിയാണോ, ദുഃഖത്തെ ഡിറ്റാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി വികസിപ്പിക്കുകയാണോ ജീവിത ലക്ഷ്യം? അതിന് ഈ വേദാന്ത പഠനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതിന് ഇവിടെ സർവ്വവേദാന്ത സാരം യത് ബ്രഹ്മാത്മൈകത്വ ലക്ഷണം. അതിന് ലക്ഷണം പറയുന്നു ഇവിടെ. എന്ത്? ബ്രഹ്മാത്മൈകത്വ ലക്ഷണം. ഇതാണ് ആത്മാവ്, ഇതാണ് ബ്രഹ്മം. ഇവിടെ ശ്രദ്ധിക്കൂ, ഇത് ബ്രഹ്മം. കാരണം വിരലുകളിൽ തള്ള. അതുകൊണ്ടാണ് അങ്കുഷ്ടമാത്ര പുരുഷാന്തരാത്മസ്തോ ജനാനാം ഹൃദയെ സന്നിവിഷ്ടം എന്ന് കൃഷ്ണ യജുർവേദം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് അഹംഭാവം. ഇത് തമ്മിലുള്ള ബ്രഹ്മാത്മേകത്വ ലക്ഷണം. ഇതാണ് ഇതിൻ്റെ ലക്ഷണം. ഇതാണ് ചിന്മുദ്ര. എല്ലാ ദേവീദേവന്മാരും കാണുന്നത് ഇതാണ്. ഏവ പുരുഷയോഗ തത്വയോഗ ഏവ കൈവല്യ. ഇതാണ് കൈവല്യം. എന്താണ് വസ്തു? ഇതിനകത്തുള്ള വസ്തു എന്താണ്? അതാണ് വസ്തു അദ്വിതീയം. വസ്തു അദ്വിതീയം. അദ്വിതീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടില്ലാത്തതോ രണ്ടാക്കാൻ പറ്റാത്തതോ ഒന്ന്. അപ്പോൾ എന്താണ്? അതാണ് തത്വമസി മഹാവാക്യം. അപ്പോഴോ ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിക്കുന്നു, ജഗന്മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മൈവ ന അപര അനേക വേദ്യം സച്ഛാസ്ത്രം ഇതി വേദാന്തദിണ്ടിമ. ഇതാണ് വേദങ്ങളുടെ പെരുമ്പറഘോഷം. ഈ വേദങ്ങളുടെ പെരുമ്പറഘോഷമാണ് ഇവിടെ വസ്തുദ്വിതീയം എന്ന വേദവ്യാസ ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധത്തിൽ 13-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ റിട്ടണായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. യഥോവ ഇമാനി ഭൂതാനി ജായന്തി ജീവന്തി യത് പ്രയന്തി അഭിഷദ്വിന്തി തദ് ബ്രഹ്മേതി. ഇതാണ് വസ്തുദ്വിതീയം. അപ്പോഴോ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനോ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ. എന്താണ്? ഈശ്വരനും ഗുരും ഒന്നായി തീരുമ്പോഴാണ് ഈ വസ്തു അദ്വിതീയം. രണ്ടില്ലാത്ത അവർ. അപ്പോൾ ഞാൻ പരമസച്ചിദാനന്ദ അഖണ്ഡ ആനന്ദ ബോധ. ശ്രദ്ധിക്കണം, ബോധ ഊർജമാണ്. ഇതാണ് കൈവല്യക പ്രയോജനം. കൈവല്യം ചേർന്നു. എന്ത്? ജഗതീശ്വരനായി തീർന്നു. ഘടാകാശം മഹാകാശത്തിലേക്ക് ലയിച്ചു ചേരുന്നത് പോലെ അങ്ങ് ലയിച്ചു ചേർന്നു പോയപ്പോൾ എന്തായി? അസംഘോഹം പുനഃപുന സച്ചിദാനന്ദരൂപോഹം അഹമേവ അഹമവ്യയം അഹമേവ അഹമദ്വയം. ശങ്കരാചാര്യർ പറയുകയാണ്. ഈ ശങ്കരാചാര്യർ പറഞ്ഞത് ഇതിനകത്ത് നിന്ന് എടുത്ത് ഉറപ്പിക്കുകയാണ്. ഇതാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇത് ഉറപ്പിക്കുന്നതാണ് ഭാഗവത ശാസ്ത്രം. അപ്പോൾ ഇതാരോടാണ് ഉറപ്പിക്കുന്നത്? മന്ദബുദ്ധികൾക്ക് എന്ന് വെച്ചാൽ മലയാളത്തിലല്ല ഇവിടെ മന്ദബുദ്ധി, സാധാരണ നോർമൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക്, നമ്മൾ ഗൃഹസ്ഥാശ്രമികൾക്ക്. ഇനി നിന്നില്ല. വസ്തുദ്വിതീയം തന്നിഷ്ടം കൈവല്യക പ്രയോജനം ഇത് പറഞ്ഞിട്ടും വേദവ്യാസ ഭഗവാനിന് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കൂ, ഒന്നും കൂടെ ഇത് ഉറപ്പിക്കും. അതിന് ഈ വേദങ്ങളുടെ ഒരു ടച്ച് ഉണ്ട്. അതിനാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ഹാമറിങ് ദി ഐഡിയാസ്. 12 സ്കന്ധത്തിൽ ഈ 13-ാമത്തെ അധ്യായത്തിൽ തന്നെ 18-ാമത്തെ ശ്ലോകത്തിൽ ശ്രദ്ധിക്കണം.
സർവവേദാന്തസാരം ഹി ശ്രീ ഭാഗവതമീഷ്യതേ. സർവവേദാന്തസാരം ഹി ശ്രീ ഭാഗവതമീഷ്യതേ. തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാദ്യതി ക്വചിത്. സർവവേദാന്തസാരം ഹി ശ്രീ ഭാഗവതമീഷ്യതി. അപ്പം ഭാഗവതരസം അത് അനുഭവിച്ചറിയണം. അതിൻ്റെ അമൃതരസം, സന്തോഷവും സംതൃപ്തിയും സ്വന്തം ജീവിതത്തിൽ കടഞ്ഞെടുക്കണം. ഈ പരമാനന്ദരസത്തിൽ മറ്റെല്ലാ രസങ്ങളും ഇൻവോൾവ്ഡാണ്, അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ മറ്റ് രസങ്ങളെല്ലാം ഇതിനകത്തുള്ളതേ ഉള്ളൂ. അതിന് വേദങ്ങളൊന്നും സർവപദേ അസ്ഥിപദം നിമജ്ഞം, ആനയുടെ കാൽപ്പാടിൽ എല്ലാം ഒതുങ്ങുമെന്ന്. അപ്പോൾ ഈ സർവവേദാന്ത രസായന മധുരം കണ്ടുപിടിച്ച് അതിൽ മധുരം നുകർന്ന് ജീവിതം ഈ മധുര സച്ചിദാനന്ദ സമുദ്രത്തിൽ കൊണ്ട് നടത്തുകയാണ് ഈ ഭാഗവതം. അതിന് ഈ ശാസ്ത്രം പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മളിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അതിന് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലും ഇതെത്തിക്കണം. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും, കൂട്ടുകാരികൾക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാവരിലും എത്തിച്ച് ഈ സച്ചിദാനന്ദ അമൃതം നുകരാൻ എല്ലാവരെയും ആ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി